ഹായ്, ഏവർക്കും +2 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റിയാണ് നിലവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൻ്റെ ആദ്യ 2 എപ്പിസോഡുകളിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട സിമ്പിൾ പ്രോബ്ലംസും അതിൻ്റെ പ്രോപ്പർട്ടീസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പാർട്ട് 3 ആൻഡ് 4-ൽ ഇൻഡിപെൻഡൻറ്റ് ഇവൻസും അതിൻ്റെ പ്രോപ്പർട്ടീസും അതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലംസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് 2021-ലെ ഫോക്കസ് ഏരിയയിൽ ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ വർഷം ഒരു ചെറിയ പോർഷൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ബേസ് തിയറം. ബേസ് തിയറം എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുമാണ് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൻ്റെ ഈ 5-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ബേസ് തിയറം? എന്താണ് ബേസ് തിയറം എന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ, പാർട്ടീഷൻ ഓഫ് എ സാമ്പിൾ സ്പേസ്. സെക്കൻഡ് വൺ, തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി. അതിനുശേഷമാണ് നമ്മൾ ബേസ് തിയറം എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഈ ചാപ്റ്ററിൻ്റെ ആദ്യ 4 എപ്പിസോഡുകൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ 5-ാമത്തെ എപ്പിസോഡ് കാണുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ, പാർട്ടീഷൻ ഓഫ് എ സാമ്പിൾ സ്പേസ്. എന്താണ് പാർട്ടീഷൻ ഓഫ് എ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ഡെഫിനിഷൻ: എ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് E1, E2, E3, etc. En is said to represent a partition of the sample space S if, first condition, EI intersection EJ equal to null set, comma I not equal to J, I comma J equal to 1, 2, 3, etc. N. EI intersection EJ equal to null set. That means ഇപ്പോൾ E1, E2 ഉണ്ടെങ്കിൽ E1ഉം E2ഉം ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്ത് കിട്ടണം? നൾ സെറ്റ്. ഇപ്പോൾ 3 ഇവൻറ്റ്സ് E1, E2, E3 ഉണ്ടെങ്കിൽ E1, E2ഉം ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നൾ സെറ്റ് കിട്ടണം. E2ഉം E3യും ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നൾ സെറ്റ് കിട്ടണം. E1, E3യും ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നൾ സെറ്റ് കിട്ടണം. അതായത് പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആയിരിക്കണം. ഇവിടുത്തെ ഇവൻറ്റ്സ് എന്തായിരിക്കണം? പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആയിരിക്കണം. ഏത് പെയർ എടുത്താലും അതെല്ലാം എന്തായിരിക്കണം? ഡിസ്ജോയിൻ്റ് അല്ലെങ്കിൽ ഇവൻറ്റ്സ് ആയതുകൊണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയും. നിങ്ങൾക്കറിയാം, 2 ഇവൻറ്റ്സ് A and B are said to be mutually exclusive if എന്താണ് കണ്ടീഷൻ? A intersection B equal to null set. അതുപോലെ ഇവിടെ തന്നിട്ടുള്ള ഏത് 2 ഇവൻറ്റ്സ് ഇൻ്റർസെക്ഷൻ എടുത്താലും നമുക്ക് എന്ത് കിട്ടണം? നൾ സെറ്റ് കിട്ടണം. വിച്ച് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. നെക്സ്റ്റ്, കണ്ടീഷൻ നമ്പർ 2, E1 യൂണിയൻ E2 യൂണിയൻ എക്സെട്ര യൂണിയൻ En ഈക്വൽ ടു സാമ്പിൾ സ്പേസ്. ഗിവൺ ഇവൻസിൻ്റെ എല്ലാം കൂടെ യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടണം. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ നമ്പർ 2. ദാറ്റ് മീൻസ് ദ ഇവൻസ് ആർ എക്സ്ഹോസ്റ്റീവ് എന്ന് പറയും. തേർഡ് കണ്ടീഷൻ, ഈച്ച് ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0. Probability of EI must be greater than 0 for all I equal to 1, 2, 3, etc. N. So, a set of events E1, E2, etc. En is said to represent a partition of the sample space S if each events must be pairwise disjoint or pairwise mutually exclusive. Events must be exhaustive. അതാണ് കണ്ടീഷൻ നമ്പർ 2. പ്രോബബിലിറ്റീസ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഈച്ച് ഇവൻസിൻ്റെ പ്രോബബിലിറ്റി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0. എങ്കിൽ ഈ സെറ്റ് ഓഫ് ഇവൻസിനെ നമ്മൾ എന്ത് പറയും? വിച്ച് റെപ്രസെൻറ്റ്സ് പാർട്ടീഷൻ ഓഫ് ദ സാമ്പിൾ സ്പേസ് എന്ന് പറയും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അതിനപ്പുറം അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി. അപ്പോൾ തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി ഡിസ്കസ് ചെയ്യണമെങ്കിൽ എന്താണ് പാർട്ടീഷൻ ഓഫ് എ സാമ്പിൾ സ്പേസ് എന്നറിയണം. അതുകൊണ്ടാണ് ആദ്യം ആ ഡെഫിനിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നോക്കിക്കോളൂ സ്റ്റേറ്റ്മെൻറ്റ്: ലെറ്റ് E1, E2, E3, etc. En be a partition of the sample space S എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിൽ പറഞ്ഞ ആ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്ന ചിന്ത മനസ്സിലേക്ക് വരണം. ആൻഡ് സപ്പോസ് ദാറ്റ് ഈച്ച് ഓഫ് ദ ഇവൻറ്റ്സ് ഹാസ് നോൺ സീറോ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ്. ലെറ്റ് ക്യാപിറ്റൽ A be any event associated with S. Then probability of event A equal to P of E1, probability of E1 into probability of A given E1 plus probability of E2 into probability of A given E2 plus etc. plus probability of En
ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ എൻ. അതിന് ഒന്നുകൂടെ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ചുരുക്കി ഇങ്ങനെ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു 1 to n പ്രോബബിലിറ്റി ഓഫ് ഇ ജെ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ജെ. ദാറ്റ് മീൻസ് ജെക്ക് 1 കൊടുത്താൽ എന്ത് കിട്ടും? ഫസ്റ്റ് ടൈം കിട്ടും പി ഓഫ് ഇ 1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ 1 പ്ലസ് അതാണ് സമ്മേഷൻ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ജെക്ക് 2 കൊടുത്താൽ സെക്കൻഡ് ടൈം പി ഓഫ് ഇ 2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ 2 പ്ലസ് എക്സെട്ര പ്ലസ് ഫൈനലി ജെ ഈക്വൽ ടു എൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? പി ഓഫ് ഇ എൻ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ എൻ. അപ്പോൾ എന്താണ് തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി? ഇഫ് ഇ 1 ഇ 2 എക്സെട്ര ഇ എൻ ബി എ സെറ്റ് ഓഫ് പാർട്ടീഷൻ ഓഫ് എ സാമ്പിൾ സ്പേസ് എസ് ആൻഡ് എ ഈസ് എനി ഇവന്റ് അസോസിയേറ്റഡ് വിത്ത് സാമ്പിൾ സ്പേസ്, ദെൻ പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു probability of E1 into P of A given E1 plus P of E2 into probability of A given E2. രണ്ട് ഇവൻറ്റ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതുവരെ മതി. 3 കേസസ് ഉണ്ടെങ്കിൽ 1 more കേസ്, n കേസസ് ഉണ്ടെങ്കിൽ ഈ n കേസസും എഴുതണം. അതായത് ഇവിടെ ആൻ ഇവൻറ്റ് ഹാസ് ഹാപ്പൻഡ് ആസ് എ റിസൾട്ട് ഓഫ് സെവറൽ കേസസ്. അത്തരം കേസിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്? തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി. ഇവിടെ ജസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് എ ആണ് കണ്ടത്. ഇതിൻ്റെ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് കാണേണ്ടതെങ്കിൽ വി ഹാവ് ടു അപ്ലൈ ബേസ് തിയറം. ആൻ ഇവൻറ്റ് ഹാസ് ഹാപ്പൻഡ് ആസ് എ റിസൾട്ട് ഓഫ് സെവറൽ കേസസ് വരികയും അവിടെ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ വി ഹാവ് ടു അപ്ലൈ ബേസ് തിയറം. സോ എന്താണ് ബേസ് തിയറം? സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരുന്നാൽ മതി, പ്രൂഫ് യാതൊരു പ്രാധാന്യവുമില്ല. ഇഫ് E1, E2, etc. En are non-empty events which constitute a partition of the sample space S. അതായത് ഈ ഇവൻറ്റ്സ് എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? പാർട്ടീഷൻ ഓഫ് ദ സാമ്പിൾ സ്പേസ് എസ്. എന്താണ് പാർട്ടീഷൻ? നേരത്തെ പറഞ്ഞ 3 കണ്ടീഷനും ഓർമ്മയിൽ വരണം. ദ ഇവൻറ്റ്സ് ആർ പെയർ വൈസ് ഡിസ്ജോയിൻറ്റ്, ദ ഇവൻറ്റ്സ് ആർ എക്സ്ഹോസ്റ്റീവ്, ഫൈനലി എന്താണ്? ഈച്ച് ഇവൻ ഹാസ് പോസിറ്റീവ് പ്രോബബിലിറ്റി. ഓക്കെ, ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ ദെൻ പ്രോബബിലിറ്റി ഓഫ് ഇ ഐ ഗിവൺ എ. നേരത്തെ പ്രോബബിലിറ്റി ഓഫ് എ ആണ് പറഞ്ഞത് ടോട്ടൽ പ്രോബബിലിറ്റിയിൽ. ഇവിടെ എന്താണ്? ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്. അവിടെ എന്തുണ്ട്? ഒന്നിൽ കൂടുതൽ കേസസും വരുന്നുണ്ട്. സോ വി ഹാവ് ടു അപ്ലൈ ബേസ് തിയറം. സോ ഫോർമുല ഓർത്തിരിക്കാൻ വളരെ സിമ്പിളാണ്. പ്രോബബിലിറ്റി ഓഫ് ഇ ഐ ഗിവൺ എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ഐ ഹോൾ ഡിവൈഡഡ് ബൈ ആ ടോട്ടൽ പ്രോബബിലിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റ് സിഗ്മ ജെ ഈക്വൽ ടു 1 to n P of EJ into P of A given EJ. ഇവിടെ 2 ഇവൻറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്താണ്? സപ്പോസ് പ്രോബബിലിറ്റി ഓഫ് ഈ ഐക്ക് ഞാൻ 1 കൊടുക്കുന്നു, P of E1 given A ആണ് കാണേണ്ടത് എങ്കിൽ എന്തായിരിക്കും ഫോർമുല? 2 ഇവൻറ്റ്സ് ഉണ്ട്, വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് E1 given A ആണെങ്കിൽ ഫോർമുല എന്തായിരിക്കും? P of E1 into P of A given E1 ഹോൾ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഓഫ് ഓൾ ജെക്ക് 1 കൊടുക്കുക, P of E1 into P of A given E1 plus P of E2 into P of A given E2. 2 ഇവൻറ്റ്സ് ആണുള്ളതെങ്കിൽ ഇതായിരിക്കും ഫോർമുല. 3 ആണെങ്കിൽ പ്ലസ് ഇട്ടിട്ട് ഒരു ടേം കൂടെ വരും. സോ വിച്ച് ഈസ് ബേസ് തിയറം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ മീനിങ് മനസ്സിലാകണമെങ്കിൽ ഒരു പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഈ വർഷം ബേസ് തിയറത്തെ റെപ്രസെൻ്റ് അതായത് ബേസ് ചെയ്ത് ഒരു പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ ആണ്. പണ്ട് സ്ഥിരമായിട്ട് ചോദിക്കുമായിരുന്നു ബേസ് തിയറത്തിനെ ബേസ് ചെയ്ത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ബാഗ് 1 contains 3 red and 4 black balls, while another bag contains 5 red and 6 black balls. ഇവിടെ 2 ബാഗ് വരുന്നു, നോട്ട് ദ പോയിന്റ്. നെക്സ്റ്റ്, 1 ball is drawn at random from one of the bags and it is found to be red. Find probability that it was drawn from bag 2. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ബേസ് തിയറം എങ്ങനെ, ബേസ് തിയറമാണോ അപ്ലൈ ചെയ്യേണ്ടതെന്ന ചിന്ത എങ്ങനെ വരും? ഇവിടെ 2 ബാഗുമായി റിലേറ്റ് ചെയ്താണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം ഒരു കണ്ടീഷനെ ബേസ് ചെയ്താണ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വി ഹാവ് ടു അപ്ലൈ ബേസ് തിയറം. 2 ബാഗ്സ് 3 ബോക്സസ് ഇങ്ങനത്തെയൊക്കെ കേസ് വരുമ്പോൾ ഒന്നിൽ കൂടുതൽ കേസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സെവറൽ കേസസ് ആൻഡ് ഇവൻറ്റ് ഹാസ് ഹാപ്പൻഡ് ആസ് എ റിസൾട്ട് ഓഫ് സെവറൽ കേസസ് വരുമ്പോഴാണ് ബേസ് തിയറം അപ്ലൈ ചെയ്യേണ്ടത്. ഒപ്പം ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യകതയും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ബേസ് തിയറം അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ,
സോ ഈ പ്രോബ്ലത്തിൽ ബാഗ് 1 കണ്ടെയ്ൻസ് 3 റെഡ് ആൻഡ് 4 ബ്ലാക്ക് ബോൾസ്. മൊത്തം ബാഗ് 1-ൽ 7 ബോൾസ് ഉണ്ട്. ബാഗ് 2-ൽ 5 റെഡ് ആൻഡ് 6 ബ്ലാക്ക് ബോൾസ്. മൊത്തം 11 ബോൾസ് ഉണ്ട്. 1 ബോൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം വൺ ഓഫ് ദ ബാഗ്സ്. ഈ 2 ബാഗിൽ ഏതെങ്കിലും ഒരു ബാഗിൽ നിന്ന് ഒരു ബോൾ സെലക്ട് ചെയ്യുക. ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി റെഡ്. അതാണ് കണ്ടീഷൻ. നമ്മളൊരു ബോൾ എടുക്കുന്നു, ആ ബോൾ എന്തായിരിക്കണം? റെഡ്. എന്താണോ തന്നിട്ടുള്ള കണ്ടീഷൻ അത് നമ്മൾ എ എന്ന് കൊടുക്കുന്നു. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് എന്താണ്? ഗിവൺ കണ്ടീഷൻ. അങ്ങനെ വേണം ബേസ് തിയറത്തിലെ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ. എ എന്ന് പറയുന്നത് എന്താണ്? ദ ഇവൻറ്റ് ഓഫ് ഡ്രോയിങ് എ റെഡ് ബോൾ. അതാണ് ഗിവൺ കണ്ടീഷൻ. അത് എ എന്ന് കൊടുത്തു. ഇനി ഇവിടെ 2 ബാഗ് ഉണ്ട്. ഫസ്റ്റ് ബാഗ് ചൂസ് ചെയ്യുന്ന ഇവൻറ്റ് എന്ത് കൊടുക്കുക? E1. E1 എന്താണ്? ദ ഇവൻറ്റ് ഓഫ് ചൂസിങ് ബാഗ് 1. സിമിലർലി രണ്ടാമത്തെ ബാഗ് ചൂസ് ചെയ്യുന്ന ഇവൻറ്റ് എന്ത് കൊടുക്കുക? E2. E2 എന്ന് പറഞ്ഞാൽ ദ ഇവൻറ്റ് ഓഫ് ചൂസിങ് ബാഗ് 2. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവൻറ്റ്സ് ചൂസ് ചെയ്യുക. ഇവിടെ 2 ഇവൻറ്റ്സ് E1, E2. നെക്സ്റ്റ് ആ കണ്ടീഷനാണ് എ എന്ന് പറഞ്ഞ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് E1? നമുക്കറിയാം E1 മീൻസ് ദ ഇവൻറ്റ് ഓഫ് ചൂസിങ് ബാഗ് 1. P of E1 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് ഓഫ് ചൂസിങ് ബാഗ് 1. ബാഗ് 1 ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇവിടെ മൊത്തം 2 ബാഗ്, അതിൽ ഒന്നാമത്തെ ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. മൊത്തം ടോട്ടൽ കേസസ് അത് താഴെ വരുന്നു. ബാഗ് 1 ഒന്നല്ലേ ഉള്ളൂ. സോ പ്രോബബിലിറ്റി 1/2. സിമിലർലി വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് E2? പ്രോബബിലിറ്റി ദാറ്റ് ചൂസിങ് ബാഗ് 2, രണ്ടാമത്തെ ബാഗ് ചൂസ് ചെയ്യാനുള്ള സാധ്യത, പ്രോബബിലിറ്റി എന്താണ്? മൊത്തം 2 ബാഗ് ടോട്ടൽ കേസസ്, അല്ലെ രണ്ടാമത്തെ ബാഗ് ഒന്നല്ലേ ഉള്ളൂ. സോ 1/2. സോ പ്രോബബിലിറ്റി ഓഫ് E1 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും? 1/2. ബേസ് തിയറത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമായ ഡാറ്റാസ് നമ്മൾ കണ്ടെത്തി വെക്കുന്നു തുടക്കത്തിൽ. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1. എന്താണ് ഇതിൻ്റെ മീനിങ്? E1 മീൻസ് എന്താണ്? ഇവൻറ്റ് ഓഫ് ചൂസിങ് ബാഗ് 1. ബാഗ് 1 ചൂസ് ചെയ്യുന്നു, വിച്ച് ഈസ് ദ കണ്ടീഷൻ. ദെൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ടേക്കിംഗ് എ റെഡ് ബോൾ, ഡ്രോയിങ് എ റെഡ് ബോൾ. ബാഗ് 1 ചൂസ് ചെയ്യുന്നു, അതിൽ നിന്ന് റെഡ് ബോൾ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അതാണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതിവിടെ എഴുതിയിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 ഈക്വൽ ടു, അത് മീൻ ചെയ്യുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് റെഡ് ബോൾ ഫ്രം ബാഗ് 1. ബാഗ് 1-ൽ നിന്ന് റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബാഗ് 1-ൽ മൊത്തം എത്ര ബോൾസ് ഉണ്ട്? 7 ബോൾസ്. ടോട്ടൽ കേസസ് താഴെ എഴുതി. അതിൽ റെഡ് ബോൾ എത്രയാണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ബാഗ് 1 കണ്ടെയ്ൻസ് 3 റെഡ്. സോ ആൻസർ എന്ത് വരും? 3/7. പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ബാഗിൽ ടോട്ടൽ ബോൾസ് 7, ഇൻ വിച്ച് 3 റെഡ് ബോൾസ്. സോ പ്രോബബിലിറ്റി എന്താണ്? 3/7. വെരി സിമ്പിൾ. Then what is probability of A given E2? That means probability of drawing red ball from bag 2. Bag 2 select ചെയ്യുന്നു, which is the condition. We have to find probability that it was taken, it is a red ball. Bag 2-ൽ നിന്ന് റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി. സോ ബാഗ് 2-ലെ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് തുടക്കത്തിൽ ക്വസ്റ്റ്യനിൽ സൂചിപ്പിച്ചു. എന്തായിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്? 11, ഇൻ വിച്ച് 5 റെഡ് ബോൾസ്. സോ പ്രോബബിലിറ്റി എന്തായിരിക്കും? 5/11. അല്ലേ? ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കുക. ബാഗ് 2 കണ്ടെയ്ൻസ് 5 റെഡ് ആൻഡ് 6 ബ്ലാക്ക് ബോൾസ്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 11. അതിൽ നിന്ന് റെഡ് എത്ര റെഡ് ഉണ്ട്? 5. സോ ഒരു ബോളാണ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് 5/11 എന്ന് കിട്ടും. സോ വി ഹാവ് ടു ഫൈൻഡ്, നമുക്ക് എന്താണ് കാണേണ്ടത്? നമുക്കൊരു ബോൾ എടുക്കണം, അതെന്തായിരിക്കണം? റെഡ് ആയിരിക്കണം, വിച്ച് ഈസ് ദ കണ്ടീഷൻ. ഇറ്റ് ഈസ് ഫ്രം ബാഗ് 2 ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ബാഗ് 2-ൽ നിന്ന് എടുക്കാനുള്ള സാധ്യത. ഇവിടെ 2 ഇവൻറ്റ് വരുന്നു, ബാഗ് 1, ബാഗ് 2. അതുകൊണ്ടാണ് ബേസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. ഒരു കണ്ടീഷനും ഉണ്ട് ഇവിടെ. സോ വി ഹാവ് ടു അപ്ലൈ ബേസ് തിയറം. ഈ ചിന്ത മനസ്സിലേക്ക് വരണം. സോ വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് E2 ഗിവൺ എ. എന്താണ്? വി ഹാവ് ടു ടേക്ക് എ റെഡ് ബോൾ ദാറ്റ് ഈസ് ഫ്രം ബാഗ് 2. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ പ്രോബബിലിറ്റി ഓഫ് E2 ഗിവൺ എ ഈക്വൽ ടു ബേസ് തിയറം. കാണാതെ ഒന്നും പഠിക്കേണ്ട, ഷോർട്ട് കട്ട് ഇതാ വരുന്നു. P of E2 ഗിവൺ എ കാണണമെങ്കിൽ അമേളത്ത് P of E2 ഇൻറ്റു, ഇതിനെ അങ്ങ് തലരിച്ചെഴുതുക, P of A ഗിവൺ E2 ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ 2 ബാഗാണ്, അപ്പോൾ 2 ഇവൻറ്റ്സ് E1 ഉം E2, അതിൻ്റെ സമ്മേഷൻ താഴെ എഴുതിയാൽ മതി. ടോട്ടൽ പ്രോബബിലിറ്റി P of E1, ഇതേ ഫോമാറ്റ് തന്നെയാണ് കേട്ടോ. P of E1 ഇൻറ്റു P of A ഗിവൺ E1 പ്ലസ് P of E2 ഇൻറ്റു P of A ഗിവൺ E2.
P of A E1 into P of A given E1 plus P of E2 into P of A given E2. ഇവിടെ E2 എന്നൊന്ന് കറക്റ്റ് ചെയ്തോണം, E1 അല്ല, P of A given E2. So probability of E2 given A equal to എന്താണ് ഫോർമുല? P of E2 into P of A given E2 by total probability P of E1 into P of A given E1 പ്ലസ് നെക്സ്റ്റ് 2 കൊടുക്കുക, P of E2 into P of A given E2. ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യുക, E2 ആണ് കറക്റ്റ്. ഓക്കെ, ഇനി ഈ ഡാറ്റാസ് എല്ലാം നമ്മൾ തൊട്ട് മുകളിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് E2 ദാറ്റ് ഈസ് 1/2, പ്രോബബിലിറ്റി ഓഫ് A given E2 ദാറ്റ് ഈസ് 5/11 കൊടുത്തു, ഹോൾ ഡിവൈഡഡ് ബൈ വീണ്ടും P of E1 1/2 നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് A given E1 തുടക്കത്തിൽ എഴുതി 3/7 പ്ലസ് P of E2 that is 1/2. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് A given E2 that is എന്താണ് 5/11. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 35/68 which is the required probability. വളരെ സിമ്പിളാണ്. ആ ഇവൻസ് സെലക്ട് ചെയ്യുക, എന്തൊക്കെയാണോ ആവശ്യമുള്ളത് ആ ഡാറ്റാസ് കണ്ടെത്തുക, ജസ്റ്റ് ബേസ് തിയറത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കിട്ടി മാർക്ക് 4. Next, question number 2. Given 3 identical boxes 1, 2 and 3, each containing 2 coins. In box 1, both the coins are gold. In box 2, both are silver coins. And in box 3, there is 1 gold and 1 silver coin. A person chooses a box at random and takes out a coin. If the coin is of gold, which is the condition, what is the probability that the other coin in the box is also of gold? Okay, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ ആണ്. Here 3 identical boxes are given, each containing 2 coins. ഫസ്റ്റ് ബോക്സിൽ രണ്ടും ഗോൾഡ് ആണ്, രണ്ടാമത്തെ ബോക്സിൽ രണ്ടും സിൽവർ കോയിൻസ് ആണ്, തേർഡ് ബോക്സിൽ ഒരു ഗോൾഡ് ഉണ്ട്, ഒരു സിൽവർ ഉണ്ട്. വി ഹാവ് ടു ചൂസ് എ ബോക്സ്, ഒരു ബോക്സ് ചൂസ് ചെയ്യണം അറ്റ് റാൻഡം, ആൻഡ് ടേക്സ് ഔട്ട് എ കോയിൻ, ഒരു കോയിൻ സെലക്ട് ചെയ്യണം. ഇഫ് ദ കോയിൻ ഈസ് ഗോൾഡ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന കോയിൻ ഗോൾഡ് ആണ്, ദെൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ്, അപ്പോൾ കണ്ടീഷൻ ആണ്, നമ്മൾ സെലക്ട് ചെയ്യുന്നു ഒരു കോയിൻ, അതെന്താണ് ഗോൾഡ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ അതർ കോയിൻ ഇൻ ദ ബോക്സ് ഈസ് ഓൾസോ ഗോൾഡ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ടേക്കൺ ഫ്രം സെക്കൻഡ് ബോക്സ് എന്നായിരുന്നു എങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഏത് ബോക്സ് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരു സൂചന തന്നിട്ടുണ്ട്. നമ്മൾ ഒരു ഗോൾഡ് കോയിൻ എടുക്കുന്നു, നമ്മൾ എടുക്കുന്ന ബോക്സിൽ മറ്റേ കോയിനും ഗോൾഡ് ആകണമെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി. അപ്പോൾ ഏത് ബോക്സിൽ നിന്ന് എടുക്കണം? ഒരു കോയിൻ എടുത്തു, അത് ഗോൾഡാണ്, മറ്റേതും ഗോൾഡാണ് എന്ന് പറഞ്ഞാൽ രണ്ടും ഗോൾഡായിട്ടുള്ള ബോക്സിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതേതാണ്? ബോക്സ് 1 ആണ്. So we have to find probability that എന്താണ് it was taken from box 1 എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു സൂചന നൽകി എന്ന് മാത്രം. സോ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ഇവൻസ് ചൂസ് ചെയ്യുക. ഇവിടെ 3 ബോക്സസ് ഉണ്ട്. സോ E1 the event of choosing box 1, E2 the event of choosing box 2, E3 the event of choosing box 3. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കണ്ടീഷൻ? എന്താണോ തന്നിട്ടുള്ള കണ്ടീഷൻ അതാണ് എ എന്ന് എടുക്കേണ്ടത്. എ എന്ന് പറയുന്നത് എന്താണ്? ദ ഇവൻറ്റ് ദാറ്റ് ദ കോയിൻ ഡ്രോൺ ഈസ് ഓഫ് ഗോൾഡ്. നമ്മൾ എടുക്കുന്ന ഒരു കോയിൻ എടുക്കുന്നു, ആ കോയിൻ എന്തായിരിക്കണം? ഗോൾഡ്. ഇവിടെ ഒന്നിൽ കൂടുതൽ ഇവൻറ്റ്സ് വരുന്നു, ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് കണ്ടെത്തേണ്ടത്. സോ വി ഹാവ് ടു അപ്ലൈ ബേസ് തിയറം. ഈ ചിന്തയാണ് മനസ്സിലേക്ക് വരേണ്ടത്. എക്സാമിനേഷൻ യൂസിങ് ബേസ് തിയറം എന്ന് ചോദിക്കാൻ സാധ്യതയില്ല, നമ്മൾ തിരിച്ചറിയണം ബേസ് തിയറമാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് E1? ഫസ്റ്റ് ബോക്സ് ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. മൊത്തം 3 ബോക്സ് ഉണ്ട്, അതിൽ ഒന്നാമത്തെ ബോക്സ് ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ദാറ്റ് ഈസ് 1/3. നെക്സ്റ്റ്, വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് E2? സെക്കൻഡ് ബോക്സ് ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ടോട്ടൽ നമ്പർ ഓഫ് ബോക്സസ് 3, അതിൽ സെക്കൻഡ് ബോക്സ് ഒന്നല്ലേ ഉള്ളൂ, സോ 1/3. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ചൂസിങ് ബോക്സ് 3? മൊത്തം 3 ബോക്സസ്, സോ ടോട്ടൽ കേസസ് 3. ബോക്സ് 3 ഒന്നേ ഉള്ളൂ, ദാറ്റ് ഈസ് 1/3. സോ P of E1 എന്ന് പറഞ്ഞാലും P of E2 എന്ന് പറഞ്ഞാലും P of E3 എന്ന് പറഞ്ഞാലും എന്താണ്? 1/3. നെക്സ്റ്റ്, വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് A given E1. ദാറ്റ് മീൻസ് ബോക്സ് 1 ചൂസ് ചെയ്യുക, അതിൽ നിന്ന് ഗോൾഡ് കോയിൻ ഡ്രോൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അതാണ് പ്രോബബിലിറ്റി ഓഫ് A given E1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So probability of A given E1 equal to എന്താണ്? Probability that a gold coin from box 1
ബോക്സ് 1-ൽ നിന്ന് ഗോൾഡ് കോയിൻ കണ്ടെത്താനുള്ള പ്രോബബിലിറ്റി എന്താണ്? സോ ബോക്സ് 1-ലെ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് എത്രയാണ്? 2. അതിൽ എത്ര ഗോൾഡ് കോയിൻസ് ഉണ്ട്? ബോക്സ് 1-ൽ രണ്ടും ഗോൾഡ് ആണ്. സോ ഗോൾഡ് കോയിൻസ് 2. സോ റിക്വയർഡ് പ്രോബബിലിറ്റി 2/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ബോക്സ് 1-ൽ നിന്ന് ഒരു കോയിൻ എടുക്കണം, അത് ഗോൾഡ് ആകാനുള്ള സാധ്യത എന്ത്? ബോക്സ് 1-ലുള്ള രണ്ട് കോയിനും ഗോൾഡ് ആണ്. സോ പ്രോബബിലിറ്റി എന്താണ്? 100%, ദാറ്റ് ഈസ് 1 ആയിരിക്കും. ഏതെടുത്താലും ഗോൾഡേ കിട്ടത്തുള്ളൂ, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2. പ്രോബബിലിറ്റി ദാറ്റ് എ ഗോൾഡ് കോയിൻ ഫ്രം ബോക്സ് 2. ബോക്സ് 2-ൽ നിന്ന് ഗോൾഡ് കോയിൻ കിട്ടാനുള്ള സാധ്യത. ബോക്സ് 2-ൽ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് 2. അതിനകത്ത് ഗോൾഡ് കോയിൻ എത്ര? ബോക്സ് 2-ൽ രണ്ട് കോയിൻ ഉണ്ട്, രണ്ടും സിൽവർ ആണ്. സോ ഗോൾഡ് കോയിൻ 0. സോ 0/2 എന്ത് കിട്ടും? 0 അല്ലേ? ബോക്സ് 2-ൽ രണ്ടും സിൽവർ കോയിൻ ആണ്, അതിൽ നിന്ന് ഗോൾഡ് കോയിൻ കിട്ടാനുള്ള സാധ്യത എന്തെന്ന് ചോദിച്ചാൽ 0. വെരി സിമ്പിൾ. നെക്സ്റ്റ്, പ്രോബബിലിറ്റി ദാറ്റ് എ ഗിവൺ E3. പ്രോബബിലിറ്റി ഓഫ് എ ഗോൾഡ് കോയിൻ ഫ്രം ബോക്സ് 3. ബോക്സ് 3-ൽ നിന്ന് ഗോൾഡ് കോയിൻ കിട്ടാനുള്ള സാധ്യത. ബോക്സ് 3-ലെ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് 2. അതിൽ എത്ര ഗോൾഡ് ഉണ്ട്? ഓൺലി 1. സോ 50%. അത് തന്നെയാണ് 1/2. റിക്വയർഡ് പ്രോബബിലിറ്റി 1/2. നെക്സ്റ്റ്, ബൈ യൂസിങ് ബേസ് തിയറം. ബേസ് തിയറമാണ് യൂസ് ചെയ്യേണ്ടത്. എങ്ങനെ മനസ്സിലാക്കാം? വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് E1 ഗിവൺ എ. ഗോൾഡ് കോയിൻ സെലക്ട് ചെയ്യണം. വി ഹാവ് ടു ഡ്രോൺ എ ഗോൾഡ് കോയിൻ, അതാണ് കണ്ടീഷൻ. ഇറ്റ് ഈസ് ഫ്രം ബോക്സ് 1. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? ഇതാണ് കാണേണ്ടത് അല്ലേ? ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. ഒന്നിൽ കൂടുതൽ ഇവൻറ്റ്സ് വരുന്നുണ്ട്. ഇവിടെ 3 ബോക്സസ് ഉണ്ട്. സോ വി ഹാവ് ടു അപ്ലൈ ബേസ് തിയറം എന്ന് മനസ്സിലാക്കണം. സോ ഇവിടെ എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് E1 ഗിവൺ എ. വി ഹാവ് ടു ടേക്ക് എ ഗോൾഡ് കോയിൻ, അത് കണ്ടീഷൻ, ദാറ്റ് ഈസ് ഫ്രം ബോക്സ് 1. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? സോ പി ഓഫ് E1 ഗിവൺ എ ഈക്വൽ ടു, ഇത് എഴുത്ത് വളരെ സിമ്പിളാണ്, അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ആദ്യം പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു ഇതിനെ തലരിച്ചെഴുതുക. പി ഓഫ് എ ഗിവൺ E1 ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ മൊത്തം 3 ഇവൻറ്റ്സ് ഉണ്ട്, അപ്പോൾ സം ഓഫ് 3 ടേംസ് വരും. ഫസ്റ്റ് ഉണ്ട് എന്താണ്? പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 പ്ലസ് പി ഓഫ് E3 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E3. ഈ പറഞ്ഞ ഡാറ്റാസ് എല്ലാം തൊട്ട് മേളിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ സിംപ്ലിഫൈ ചെയ്യുക. പി ഓഫ് E1 1/3, പി ഓഫ് എ ഗിവൺ E1 നമ്മൾ കണ്ടെത്തി 1 ഹോൾ ഡിവൈഡഡ് ബൈ പി ഓഫ് E1 അഗെയിൻ 1/3, പി ഓഫ് എ ഗിവൺ E1 1 പ്ലസ് പി ഓഫ് E2 1/3 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 0 പ്ലസ് പി ഓഫ് E3 തുടക്കത്തിൽ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട് 1/3 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E3 1/2. സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2/3. So required probability 2/3, which is the answer. Next, question number 3. Very important question, repeated higher secondary question. In a factory which manufactures bolts, machines A, B and C manufacture respectively 25%, 35% and 40% of the bolts. Of their outputs, 5, 4 and 2% are respectively defective bolts. A bolt is drawn at random from the product and it is found to be defective. What is the probability that it is manufactured by machine B? ഒരു ഫാക്ടറിയിൽ അതെന്താണ് മാനുഫാക്ചർ ചെയ്യുന്നത്? ആ ഫാക്ടറിയിൽ ബോട്ട്സ് ആണ്. ആ ഫാക്ടറിയിൽ 3 മെഷീൻസ് ഉണ്ട്, മെഷീൻ എ, ബി, സി. ടോട്ടൽ ബോൾട്ടിൻ്റെ 25% മെഷീൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നു, 35% മെഷീൻ ബി പ്രൊഡ്യൂസ് ചെയ്യുന്നു, 40% മെഷീൻ സി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ടോട്ടൽ ഔട്ട്പുട്ടിൽ മെഷീൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 5% ഡിഫക്റ്റീവാണ്, മെഷീൻ ബി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 4% ഡിഫക്റ്റീവ്, മെഷീൻ സി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 2% ഡിഫക്റ്റീവ്. നമ്മൾ ഈ ടോട്ടൽ ബോൾട്ടിൽ നിന്ന് റാൻഡമായിട്ട് ഒരു ബോൾട്ട് സെലക്ട് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. അതാണ് കണ്ടീഷൻ. ഒരു ബോൾട്ട് എടുക്കുന്നു, അതെന്താണ്? ഡിഫക്റ്റീവാണ്, വിച്ച് ഈസ് ദ കണ്ടീഷൻ. വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് മാനുഫാക്ചേർഡ് ബൈ മെഷീൻ ബി. നമ്മൾ ഒരു ബോൾട്ട് എടുക്കുന്നു, അത് ഡിഫക്റ്റീവാണ്, അത് മെഷീൻ ബി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? സോ ഇവിടെയും എന്താണ്? 3 മെഷീൻ്റെ കഥ പറയുന്നു, 3 ഇവൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്, ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബബിലിറ്റിയാണ് കണ്ടെത്തേണ്ടത്. സോ വി ഹാവ് ടു അപ്ലൈ ബേസ് തിയറം, വി ഹാവ് ടു യൂസ് ബേസ് തിയറം എന്ന ചിന്ത മനസ്സിൽ വരണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവൻറ്റ്സ് സെലക്ട് ചെയ്യാം. E1, the bolt is manufactured by machine A. The event that the bolt is manufactured by machine A എന്ന് പറയുന്നത് E1 എന്ന് ചൂസ് ചെയ്യുന്നു. The event that the bolt is manufactured by machine B, അത് E2 എന്ന് സെലക്ട് ചെയ്യുന്നു. The event that the bolt is manufactured by machine C, that is E3 എന്ന് ചൂസ് ചെയ്യുന്നു.
കണ്ടീഷൻ ദ ഇവൻറ്റ് ദാറ്റ് ദ ബോൾട്ട് ഈസ് ഡിഫക്റ്റീവ്, അതാണ് എ. എപ്പോഴും കണ്ടീഷനാണ് നമ്മൾ എ എന്ന ഇവൻ്റായിട്ട് സെലക്ട് ചെയ്യുന്നത്. സോ നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ എല്ലാ പ്രോബ്ലത്തിലും ഒരേ പാറ്റേണിൽ ഞാൻ ഇവൻറ്റ്സ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് ദ ബോൾട്ട് ഈസ് മാനുഫാക്ചർഡ് ബൈ മെഷീൻ എ എന്താണ് അല്ലേ? ടോട്ടൽ ബോൾട്ടിൻ്റെ 25% മെഷീൻ എ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞാൽ 25%, ദാറ്റ് ഈസ് ഈക്വൽ ടു 25/100. 2 സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ എന്ത് കിട്ടും? 0.25. വെരി സിമ്പിൾ. നെക്സ്റ്റ്, മെഷീൻ ബി ടോട്ടൽ ബോൾട്ടിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 35%. സോ പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറയുന്നത് 35%, ദാറ്റ് ഈസ് 35/100, 0.35. പ്രോബബിലിറ്റി ഓഫ് E3 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് ദ ബോൾട്ട് ഈസ് മാനുഫാക്ചർഡ് ബൈ മെഷീൻ സി. ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ ടോട്ടൽ ബോൾട്ടിൻ്റെ 40% മെഷീൻ സി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് E3 എന്താണ്? 40%, ദാറ്റ് ഈസ് ഈക്വൽ ടു 40/100, ദാറ്റ് ഈസ് 0.40 എന്ന് കിട്ടും. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1. ഇതിൻ്റെ മീനിങ് എന്താണ്? Probability that the bolt drawn is defective given that it is manufactured by machine A. E1 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മെഷീൻ എ മാനുഫാക്ചർ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ മെഷീൻ എ മാനുഫാക്ചർ ചെയ്തു, അവിടെ ബോൾട്ട് ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? മെഷീൻ എയിൽ മാനുഫാക്ചർ ചെയ്തു, അതിൽ ഡിഫക്റ്റീവ് ആകാനുള്ള സാധ്യത. അപ്പോൾ മെഷീൻ എയിൽ ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ 5% ഡിഫക്റ്റീവ് എന്നാണ് തന്നിട്ടുള്ളത്. സോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5%, 5/100, ദാറ്റ് ഈസ് 0.05. അടുത്ത പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2, മെഷീൻ ബി പ്രൊഡ്യൂസ് ചെയ്യണം, അവിടെ എടുക്കുന്ന ബോൾട്ട് ഡിഫക്റ്റീവ് ആകാനുള്ള സാധ്യത. നമ്മളൊരു ബോൾട്ട് എടുക്കുന്നു, അത് മെഷീൻ ബി പ്രൊഡ്യൂസ് ചെയ്താകണം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? ഇറ്റ് ഈസ് ഡിഫക്റ്റീവ്. അത് ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി എന്ത്? ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2. മെഷീൻ ബിയിൽ 4% ആണ് ഡിഫക്റ്റീവ് ബോൾട്ട്. സോ റിക്വയർഡ് പ്രോബബിലിറ്റി 4%, ദാറ്റ് ഈസ് 4/100, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.04. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E3, മെഷീൻ സിയിൽ മാനുഫാക്ചർ ചെയ്തു, അതാണ് കണ്ടീഷൻ. വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ദാറ്റ് ദ ഡ്രോൺ ബോൾട്ട് ഈസ് ഡിഫക്റ്റീവ്. മെഷീൻ സിയിൽ പ്രൊഡ്യൂസ് ചെയ്തു, എടുത്തത് ഡിഫക്റ്റീവ് ബോൾട്ടാകാനുള്ള പ്രോബബിലിറ്റി എന്ത്? P ഓഫ് എ ഗിവൺ E3. സി എന്ന മെഷീൻ ടോട്ടലിൻ്റെ 2% ആണ് ഡിഫക്റ്റീവ് ബോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ റിക്വയർഡ് പ്രോബബിലിറ്റി 2%, ദാറ്റ് ഈസ് 2/100, വിച്ച് ഈസ് ഈക്വൽ ടു 0.02. നെക്സ്റ്റ് എന്താണ് നമുക്ക് കണ്ടെത്തേണ്ടത്? വി ഹാവ് ടു ഡ്രോൺ എ ബോൾട്ട് വിച്ച് ഈസ് ഡിഫക്റ്റീവ്, വിച്ച് ഈസ് ദ കണ്ടീഷൻ, സച്ച് ദാറ്റ് ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ മെഷീൻ ബി. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? മെഷീൻ ബിയെ സൂചിപ്പിക്കുന്ന E2 ആണ്. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് E2 ഗിവൺ എ. ഒരു ബോൾട്ട് എടുക്കുന്നു, അത് ഡിഫക്റ്റീവ്, അത് കണ്ടീഷൻ. ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ മെഷീൻ ബി, ദാറ്റ് ഈസ് E2. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? ഇതാണ് കണ്ടെത്തേണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ബേസ് തിയറവുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ്. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് E2 ഗിവൺ എ ഈക്വൽ ടു, എന്താണ് ഫോർമുല? യൂസിങ് ബേസ് തിയറം, P ഓഫ് E2 ഇൻറ്റു തിരിച്ചെഴുതുക, P ഓഫ് എ ഗിവൺ E2 ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ 3 ഇവൻറ്റ്സ് ഉണ്ട്, E1, E2, E3. സോ അതിനെ ബേസ് ചെയ്ത് ടോട്ടൽ പ്രോബബിലിറ്റി എഴുതുക. P ഓഫ് E1 ഇൻറ്റു P ഓഫ് എ ഗിവൺ E1 പ്ലസ് P ഓഫ് E2 ഇൻറ്റു P ഓഫ് എ ഗിവൺ E2 പ്ലസ് P ഓഫ് E3 ഇൻറ്റു P ഓഫ് എ ഗിവൺ E3. ഇനി എല്ലാ വാല്യൂസും തൊട്ട് മുകളിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റർ എടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. റിക്വയർഡ് പ്രോബബിലിറ്റി 0.4058 അല്ലെങ്കിൽ 0.41 എന്നെഴുതിയാലും മതി. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്, മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ഇതുകൂടെ പരിചയപ്പെടുത്തുന്നു. ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ എ കോളേജ് ഇറ്റ് ഈസ് നോൺ ദാറ്റ് 60% reside in hostel and 40% are day scholars. Previous year results report that 30% of all students who reside in hostel attain A grade and 20% of day scholars attain A grade in their annual examination. At the end of the year, one student is chosen at random from the college and he has an A grade. What is the probability that the student is a hostelier?
അപ്പോൾ ഒരു കോളേജിൽ രണ്ട് വിഭാഗം സ്റ്റുഡൻസ് ആണുള്ളത്, ഹോസ്റ്റലിൽ താമസിക്കുന്നവരും വീട്ടിൽ പോയി വരുന്നവരും. അതിൽ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ 60% ആണ്, വീട്ടിൽ പോയി വരുന്ന ഡേ സ്കോളേഴ്സ് 40% ആണ്. പ്രീവിയസ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഹോസ്റ്റലിൽ താമസിക്കുന്നതിൽ 30% കുട്ടികളും എ ഗ്രേഡ് അറ്റൈൻ ചെയ്യുന്നു. എന്നാൽ വീട്ടിൽ പോയി വരുന്ന ഡേ സ്കോളേഴ്സ് 20% ആണ് എ ഗ്രേഡ് സ്കോർ ചെയ്യുന്നത്. നമ്മൾ റാൻഡമായിട്ട് ആ കോളേജിലെ ഒരു കുട്ടിയെ സെലക്ട് ചെയ്യുന്നു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സ്റ്റുഡൻറ്റ് ഈസ് എ ഹോസ്റ്റലർ? നമ്മൾ റാൻഡമായിട്ട് ഒരു കുട്ടിയെ സെലക്ട് ചെയ്യുന്നു, ആ കുട്ടി എന്ത് അറ്റൈൻ ചെയ്തിട്ടുണ്ട്? എ ഗ്രേഡ് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. വിച്ച് ഈസ് ദ കണ്ടീഷൻ? നമ്മൾ റാൻഡമായി ഒരു സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യുന്നു, ഹി ഗോട്ട് എ ഗ്രേഡ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സ്റ്റുഡൻറ്റ് ഈസ് എ ഹോസ്റ്റലെയർ? നമ്മൾ സെലക്ട് ചെയ്ത കുട്ടി ഹോസ്റ്റലെയർ ആകാനുള്ള പ്രോബബിലിറ്റി എന്ത്? ഇവിടെ രണ്ട് കേസുണ്ട്. വീട്ടിൽ പോയി വരുന്ന കുട്ടികൾ, ഹോസ്റ്റലേഴ്സ്, രണ്ട് ഇവൻറ്റ്സ്. സോ E1 എന്ന് പറയുന്ന ഇവൻറ്റ്, ദ സെലക്റ്റഡ് സ്റ്റുഡൻറ്റ് ഈസ് എ ഹോസ്റ്റലെയർ. നമ്മളൊരു കുട്ടിയെ സെലക്ട് ചെയ്യുന്നല്ലോ, ആ കുട്ടി ഹോസ്റ്റലെയർ ആകുന്നു. അതാണ് E1 എന്ന് പറയുന്ന ഇവൻറ്റ്. നെക്സ്റ്റ്, ദ സെലക്റ്റഡ് സ്റ്റുഡൻറ്റ് ഈസ് എ ഡേ സ്കോളർ, ദാറ്റ് ഈസ് ഇവൻറ്റ് E2. നെക്സ്റ്റ് ക്യാപിറ്റൽ എ, അതാണ് കണ്ടീഷൻ. എന്താണ് കണ്ടീഷൻ? സെലക്റ്റഡ് സ്റ്റുഡൻറ്റ് ഹാസ് ആൻ എ ഗ്രേഡ്. നമ്മളൊരു കുട്ടിയെ സെലക്ട് ചെയ്തു, അവന് എ ഗ്രേഡ് ഉണ്ട്, അതാണ് എ എന്ന് പറയുന്ന ഇവൻറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് ദ സെലക്റ്റഡ് സ്റ്റുഡൻറ്റ് ഈസ് എ ഹോസ്റ്റലെയർ. ഒരു കോളേജിൽ 60% കുട്ടികളും ഹോസ്റ്റലേഴ്സ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞാൽ 60%, ദാറ്റ് ഈസ് 0.60. പ്രോബബിലിറ്റി ഓഫ് E2, പ്രോബബിലിറ്റി ദാറ്റ് സെലക്റ്റഡ് സ്റ്റുഡൻറ്റ് ഈസ് എ ഡേ സ്കോളർ. ഡേ സ്കോളേഴ്സ് മൊത്തം എത്രയാണ്? 40%. സോ റിക്വയർഡ് പ്രോബബിലിറ്റി 40/100, ദാറ്റ് ഈസ് 0.40. നെക്സ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? E1 എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലെയർ എന്നാണ്. നമ്മൾ ഒരു കുട്ടിയെ സെലക്ട് ചെയ്യുന്നു, അവൻ ഹോസ്റ്റലെയർ ആണ്, അവന് എ ഗ്രേഡ് കിട്ടാനുള്ള സാധ്യത, ഹോസ്റ്റലിൽ താമസിക്കുന്നതിൽ എ ഗ്രേഡ് കിട്ടാനുള്ള സാധ്യത എന്നാണ് 30% സ്റ്റുഡൻസിനാണ്. സോ റിക്വയർഡ് പ്രോബബിലിറ്റി 30/100, ദാറ്റ് ഈസ് 0.30. നെക്സ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2. നമ്മളൊരു കുട്ടിയെ സെലക്ട് ചെയ്യുന്നു, അവൻ E2 മീൻസ് അവൻ ഡേ സ്കോളർ ആണ്, അവന് എ ഗ്രേഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, അതാണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2. ഡേ സ്കോളറാണ്, അവന് എ ഗ്രേഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഡേ സ്കോളേഴ്സിൽ ടോട്ടൽ എത്ര പേർക്കാണ്? 20% ആണ് എ ഗ്രേഡ് കിട്ടിയത്. സോ റിക്വയർഡ് പ്രോബബിലിറ്റി 20%, 20/100, ദാറ്റ് ഈസ് 0.20. നെക്സ്റ്റ്, വി ഹാവ് ടു യൂസ് ബേസ് തിയറം ബിക്കോസ് വി ഹാവ് ടു ഫൈൻഡ് എന്താണ് പ്രോബബിലിറ്റി ദാറ്റ് E1 ഗിവൺ എ. നമ്മൾ ഒരു കുട്ടിയെ സെലക്ട് ചെയ്തു, അവൻ എന്താണ്? എ ഗ്രേഡ് സ്കോർ ചെയ്തു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി ഈസ് എ ഹോസ്റ്റലെയർ? അദ്ദേഹം അല്ലെങ്കിൽ ആ കുട്ടി ഒരു ഹോസ്റ്റലെയർ ആകാനുള്ള സാധ്യത. ഹോസ്റ്റലെയർ എന്ന് പറയുന്നത് എന്താണ്? ഇവൻറ്റ് E1. സോ വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് E1 ഗിവൺ എ. നമ്മളൊരു കുട്ടിയെ സെലക്ട് ചെയ്യുന്നു, അവൻ എ ഗ്രേഡ് സ്കോർ ചെയ്യുന്നു, അവൻ ഹോസ്റ്റലെയർ ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? സോ P of E1 given A ഈക്വൽ ടു ഫോർമുല നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. P of E1 ഇൻറ്റു P of A given E1 ഹോൾ ഡിവൈഡഡ് ബൈ രണ്ട് ഇവൻസ് ഉണ്ട്, അതിൻ്റെ സം എഴുതുക. P of E1 ഇൻറ്റു P of A given E1 പ്ലസ് P of E2 ഇൻറ്റു P of A given E2. എല്ലാ വാല്യൂസും തൊട്ട് മുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.69. റിക്വയർഡ് പ്രോബബിലിറ്റി 0.69. സോ ഇത്രയുമാണ് ബേസ് തിയറവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇതിന് സമാനമായ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുണ്ട്. കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, നിങ്ങളുടെ ടീച്ചേഴ്സിനെ കാണിച്ച് ആൻസേഴ്സ് വെരിഫൈ ചെയ്യുകയും ചെയ്യാം. സോ ഈ വർഷം ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയ ഒരു പോർഷൻ എന്ന രീതിയിൽ ഈ വർഷത്തെ ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ഈ എക്സസൈസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് മിക്കവാറും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആകാനാണ് സാധ്യത. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കൂ. എക്സാമിനേഷന് തീർച്ചയായും 4 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്, ബേസ് തിയറം ഇത്രയും മാത്രമാണ് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ കൊമേഴ്സ് മാത്തമെറ്റിക്സ് വിദ്യാർത്ഥികൾക്ക്, കൊമേഴ്സ് ബാച്ചിലെ മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ചാപ്റ്ററിൽ ഒരു പോർഷൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. റാൻഡം വേരിയബിൾ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, മീൻ, വാരിയൻസ് തുടങ്ങിയ കാര്യങ്ങൾ. അത് ഓൾറെഡി ഞാൻ നോൺ ഫോക്കസ് ഏരിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന പേരിൽ ഒരു ഫോൾഡറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കൊമേഴ്സിലെ വിദ്യാർത്ഥികൾ അതുകൂടെ കണ്ട് പഠിക്കേണ്ടതാണ്.
ബയോളജി സയൻസ് വിദ്യാർത്ഥികളും അത് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഈ വർഷം ഒത്തിരി ക്വസ്റ്റ്യൻസ് നോൺ ഫോക്കസ് ഏരിയ എന്ന് പ്രതീക്ഷിക്കാം. സോ റാൻഡം വേരിയബിൾ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ, ഇത്രയും കാര്യങ്ങൾ കൂടെ ഈ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.